കൊല്ലത്ത് രാജ്കുമാറുണ്ട്. രാജ്കുമാറിനൊപ്പം ജില്ലാ കളക്ടർ കൂടിയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗുഡ് മോർണിംഗ് രാജ്കുമാർ. ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് കൊല്ലത്തെ സ്ഥിതി? മഴയുണ്ടോ? കൊല്ലത്ത് മഴ ഇപ്പോൾ രാവിലെ മഴയ്ക്കൊരു ശമനമുണ്ട്. ചാറൽ ചെറിയതുപോലും ഇല്ല. ഇന്ന് രാവിലെ പുലർച്ചെയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ രാവിലെ നടക്കുകയും ചെയ്തിരുന്നതാണ്. അപ്പോഴൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ മഴയ്ക്ക് ഒരു ശമനമുണ്ട്. അതേസമയം കിഴക്കൻ മേഖലയിൽ വനമേഖലയിൽ മഴ ശക്തിയായി പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിൽ ഉരുൾപൊട്ടലുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ട്. സാധാരണ കിഴക്കൻ മേഖലയിലൊക്കെ അത് സംഭവിക്കാറുള്ളതാണ്. അവിടെ റവന്യൂ വകുപ്പിൻ്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയൊക്കെ നേതൃത്വത്തിൽ അവിടെ ഇപ്പോൾ നിരീക്ഷിക്കുന്നുണ്ട്. അവിടെ ഈ മലഞ്ചെരുവിൽ താമസിക്കുന്ന ആളുകളെ സുരക്ഷിതമായി മാറാൻ തന്നെ ജില്ലാ ഭരണകൂടം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. സുരക്ഷാ മാനദണ്ഡങ്ങൾ അതിന് മുമ്പും പല അനുഭവങ്ങൾ കേരളത്തിനുള്ളതുകൊണ്ട് തന്നെ അത്തരം ലാൻഡ്സ്കേപ്പുള്ള സ്ഥലങ്ങളിലെല്ലാം ആ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാനുള്ള നിർദ്ദേശം പോലീസ് ഉൾപ്പെടെ സജീവമായി രംഗത്തുണ്ട്. ഏതാണ്ട് 32 വീടുകളാണ് കൊല്ലം ജില്ലയിൽ ഭാഗികമായി തകർന്നത്. ഒരാളെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. അദ്ദേഹം തൃക്കോൽവട്ടം സ്വദേശിയാണ്. മീൻ പിടിക്കുന്ന സമയത്ത് അതിൽ എടുത്ത് ചാടുകയോ അല്ലെങ്കിൽ കാൽ വീഴ്തി വീണു എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ മൃതശരീരം അത് കണ്ടെത്താൻ വേണ്ടി രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഇന്നലെ രാത്രിയും ശ്രമിച്ചിരുന്നു. അത് നടന്നില്ല. ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിലായിരുന്നു ശ്രമമൊക്കെ. അത് നടന്നില്ല. ഏതാണ്ട് 900-ഓളം പേരെയാണ് 8 ക്യാമ്പുകളിലായി കൊല്ലം താലൂക്കിൽ മാത്രമായിരുന്നു ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നത്. ആ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 800-ഓളം പേർ 900-ഓളം പേരുണ്ടായിരുന്നു. അതിലേതാണ്ട് പകുതി കൂടുതൽ ആൾക്കാർ ഇന്ന് രാവിലെ മടങ്ങിപ്പോയിട്ടെന്നുള്ളതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പലരും വീടുകളിലേക്ക് പോയി. വെള്ളം കയറിയ സ്ഥലങ്ങളിൽ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. മഴ ഇന്നലെ രാത്രി അത്ര കാര്യമായി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ആശ്വാസം ഇപ്പോൾ ഉള്ളത്. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ തന്നെ ഇത് പറയാതെ ജില്ലാ കളക്ടർ ദേവിദാസ് സാർ, കൊല്ലം ജില്ലാ കളക്ടർ സാറേ, ഇപ്പോൾ ഇതിൻ്റെ എങ്ങനെയുണ്ട് ഈ ഇപ്പോൾ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ഒക്കെ ഒരു പ്രവർത്തനങ്ങളും ഇതിപ്പോൾ ഏത് രീതിയിലാണ് കൺട്രോൾഡ് ആണോ എല്ലാം? കൊല്ലം ജില്ലയിൽ 27-ന് വൈകിട്ട് മുതൽ തുടർച്ചയായി ഏതാണ്ട് 24 മണിക്കൂർ സമയം നമുക്ക് മഴ ലഭിക്കുകയുണ്ടായി. അത് വലിയ തോതിലുള്ള മഴയാണ് ലഭിച്ചത്. അതിനുശേഷം 3 താലൂക്കുകളിൽ പ്രധാനമായിട്ടും കുന്നത്തൂർ, കരുനാഗപ്പള്ളി, കൊല്ലം ഈ 3 താലൂക്കിലാണ് കൂടുതലായിട്ട് നമുക്ക് മഴ ലഭിച്ചത്. 100 സെൻറ്റിമീറ്ററിൽ കൂടുതലുള്ള 6 സ്റ്റേഷനുകളാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നത്. 100 mm കൂടുതലുള്ള 6 സ്റ്റേഷനുകളാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നത്. ബാക്കി മലയോര പ്രദേശങ്ങളിലെ 3 താലൂക്കുകളിൽ മഴ ലഭിച്ചിരുന്നുവെങ്കിലും ഇത്തരത്തിലുള്ള വലിയ മഴ ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഈ മഴ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം വലുതായിട്ടുള്ള നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. എന്നാലും ചില വീടുകൾക്കൊക്കെ ഭാഗികമായിട്ടുള്ള നാശനഷ്ടം സംഭവിച്ചു. നേരത്തെ പറഞ്ഞ പോലെ 32ഓളം വീടുകളിപ്പോൾ ഭാഗികമായിട്ടും പൂർണ്ണമായിട്ടും നശിച്ചിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ്. മാത്രമല്ല താഴ്ന്ന പ്രദേശങ്ങൾ പലയിടങ്ങളിലും വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും കൊല്ലം താലൂക്കിൻ്റെയും കരുനാഗപ്പള്ളി താലൂക്കിൻ്റെയും പ്രദേശങ്ങളിലാണ്. അവിടെ നമ്മൾ 9 ക്യാമ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ ഏതാണ്ട് 900 പേര് ഈ ക്യാമ്പുകളിൽ 900 ഏതാണ്ട് 281 കുടുംബങ്ങളിലായിട്ട് 900 പേര് ഈ ക്യാമ്പുകളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ക്യാമ്പുകളിൽ ഇന്നലെ തന്നെ ഒരുക്കിയിരുന്നു. അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാരും ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരും എല്ലാം സജീവമായിട്ട് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പലയിടങ്ങളിലും ഈ കൊല്ലം താലൂക്കിൻ്റെ ഏതാണ്ട് മിക്ക പ്രദേശങ്ങളും വെള്ളക്കെട്ടുണ്ടായിട്ടുണ്ട്. അതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇപ്പം ഹൈവേയുടെ ഒക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ സാമഗ്രികളൊക്കെ അതുപോലെ തന്നെ അതിൻ്റെ മെറ്റീരിയലൊക്കെ പലയിടങ്ങളിലും സൂക്ഷിച്ചതും അതുപോലെ ഡ്രെയിനേജുകളൊക്കെ ബ്ലോക്ക് ആയിട്ടുള്ളതാണ്. അത് ഇന്നലെ ക്വിക്ക് റെസ്പോൺസ് ടീം ഈ പറഞ്ഞിരിക്കുന്ന പല വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ അടിയന്തരമായിട്ട് ഇടപെട്ടിട്ട് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ദുരന്ത നിവാരണ വകുപ്പിൻ്റെയും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയും ഒക്കെ ഉദ്യോഗസ്ഥരുടെ അടിയന്തര ഇടപെടലിലൂടെ പലയിടങ്ങളിലും വെള്ളക്കെട്ടുകൾ നീക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ലഭിച്ചിരുന്ന മഴയുടെ അളവ് കുറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഇന്നലെ രാത്രി നമുക്ക് ലഭിച്ചിരിക്കുന്ന മഴ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ ഇത് പതുക്കെ ഈ വെള്ളത്തിൻ്റെ നില കുറേ താഴ്ന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇന്നിപ്പോൾ നമുക്ക് യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത 2 ദിവസങ്ങളിലായിട്ട് യെല്ലോ അലർട്ടാണ്
കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ മഴക്കുറവ് ഉണ്ടാവുമെന്നാണ് കരുതുന്നത്. ഇപ്പോൾ ഈ ദേശീയപാതയിലൊക്കെ പല സ്ഥലങ്ങളിലും വണ്ടികൾ കിലോമീറ്ററോളം ബ്ലോക്കായി, ചാത്തന്നൂർ, കല്ലുവാതക്കൽ അത്തരം സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയുണ്ട്? ദേശീയപാതയിൽ ജനങ്ങൾ പലരും വരുന്നതായിരിക്കും, അവർക്കൊരു ഇൻഫർമേഷൻ കൂടിയാണ്. തീർച്ചയായും നമ്മുടെ ജില്ലയിൽ ചാത്തന്നൂർ, കൊട്ടിയം, കല്ലുവാതുക്കൽ തുടങ്ങിയ ഈ NHൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്ന പാതയോരങ്ങളിൽ വെള്ളക്കെട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ചാത്തന്നൂർ കുറച്ചധികവും. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു പാലത്തിൻ്റെ പണി നടക്കുന്ന അവിടെ ഡ്രെയിനേജിൻ്റെ ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. അത് ഇന്നലെ തന്നെ അവരുടെ NHൻ്റെ അതോറിറ്റീസ് ഇടപെട്ടിട്ട് അതിൻ്റെ ബ്ലോക്ക് നീക്കുന്നതിനുള്ള അടിയന്തര നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ കരുനാഗപ്പള്ളിയിൽ അവിടെ ചെറിയ തോതിൽ, അത് പ്രത്യേകിച്ച് താഴ്ന്ന പ്രദേശം കൂടിയാണ്, അവിടെ പാലം നിർമ്മിച്ചതിന് ശേഷം ഈ തെങ്ങിൻ്റെ കുറ്റികളും മറ്റും അവശിഷ്ടമായിട്ടുണ്ട്. അത് ഇന്നലെ തന്നെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് നീക്കം ചെയ്യുമ്പോഴും ആറിലൂടെയുള്ള വെള്ളത്തിൻ്റെ ആ ഒരു ഒഴുക്ക് നമുക്ക് ഇത് നടത്താൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഇതും കൂടി പരിഹരിക്കാൻ പറ്റും. വെള്ളം രാവിലെ ഈ വിവരങ്ങൾ തന്നതിന് വളരെ നന്ദിയുണ്ട് സാർ. ശരത്. ശരി രാജ്കുമാർ, ഇപ്പോൾ കൊല്ലത്തെ ഒരു പൊതുസ്ഥിതി, അതുമായി ബന്ധപ്പെട്ട് അവിടെ നടത്തുന്ന ദുരന്ത നിവാരണ സംവിധാനങ്ങൾ, ഇതൊക്കെ രാജ്കുമാറിനോട് അവിടെ നിന്ന് കൊല്ലം ജില്ലാ കളക്ടർ ദേവദാസാണ് സംസാരിച്ചത്. ശരി രാജ്കുമാർ, വളരെ ഫലപ്രദമായി തന്നെ, വളരെ വ്യക്തമായി തന്നെ ഒരു ജില്ലയെ സംബന്ധിച്ച്, ആ ജില്ലയുടെ ഒരു അന്തരീക്ഷം, അതുപോലെ അവിടെ എന്തൊക്കെ തരത്തിൽ നേരത്തെ ഈ ദേശീയപാതയിലെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊക്കെ രാജ്കുമാർ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ അവിടെ എടുത്തിട്ടുള്ള നടപടികളെക്കുറിച്ചൊക്കെ അദ്ദേഹം സൂചിപ്പിച്ചു. ദേശീയപാത വികസനം, ആ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ വലിയ തോതിൽ നടക്കുന്നത് കൊണ്ടുകൂടിയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതെല്ലാം പരിഹരിക്കാവുന്ന തോതിൽ പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തെക്കുറിച്ചും അദ്ദേഹം സൂചിപ്പിച്ചു.